ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ബോയ് നെക്സ്റ്റ് വേൾഡ് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ആവുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എന്തെങ്കിലും ക്യാനാണെങ്കിൽ വണ്ടി വരുന്നതിന് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വണ്ടി അവർ തട്ടുന്നതിന് മുമ്പേ തന്നെ സിർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ പിടിച്ച് മാറ്റിയിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവനിപ്പോൾ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ടൈമിന് ക്യാനാണെങ്കിൽ നീ ടെൻഷൻ ആവാതിരിക്കുക, ഇങ്ങനെ ഓക്കെയാണ്, നീ ഒന്ന് സമാധാനിക്കും, നമുക്ക് അങ്ങോട്ട് പോയിരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുമ്പോഴത്തേക്കും വീണ്ടും സിർ ശരിക്കും ഓക്കെയാണ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വെച്ചപ്പോൾ ക്യാനാണെങ്കിൽ എനിക്ക് എന്നോടില്ലാത്ത ടെൻഷനാണല്ലോ നീ കാണിക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നീ ഇപ്പം എന്തായാലും ഇവിടെ വന്ന് നന്നായി. ഞാനൊരു കാര്യം ആലോചിച്ചിട്ടിരിക്കുമായിരുന്നു. അതായത് നിനക്ക് തിരിച്ച് നിൻ്റെ ക്യാനിൻ്റെ അടുത്തേക്ക് പോകണ്ടേ, അതുകൊണ്ട് നിന്നെ തിരിച്ച് പാരലൽ യൂണിവേഴ്സിൽ അയക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അതിനുള്ള വഴികൾ ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും സിറാണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. അവനാണെങ്കിൽ അത് വേണോ, എന്തിനാ അങ്ങനെയൊക്കെ, അങ്ങനെ ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നൈറ്റ് എന്തോ ഒരു സ്വപ്നം കണ്ടിട്ട് സിർ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നതാണ്. അങ്ങനെ അവൻ സോഫയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. കയ്യിൽ ഏതൊരു ബുക്ക് എടുത്ത് വെച്ച് അത് നോക്കുന്നുണ്ട്. ആ സമയമാണ് ക്യാൻ അവന് മെസ്സേജ് ഇട്ട് നമ്മുടെ പ്ലാൻ ഒന്നും മറക്കരുതെന്ന് പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ക്യാനാണെങ്കിൽ ഇവരുടെ തിരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് അവനെ കാണാനായിട്ട് സിർ വരുന്നതാണ്. ക്യാനപ്പോൾ പാട്ടൊക്കെ കേട്ടിരിക്കുമായിരുന്നു. സിർ വരുന്നതും ക്യാനാണെങ്കിൽ ഞാനാണെങ്കിൽ നിന്നെ തിരിച്ച് പാരലൽ യൂണിവേഴ്സിൽ അയക്കാനുള്ള വഴികളെല്ലാം റിസർച്ച് ചെയ്തു, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് ഒരു പൂജയൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ആ ലേഡിയാണെങ്കിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ മനസ്സിലായി, നീയാണെങ്കിൽ പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ച് വരുത്തനാ, നീ കാരണം ഒരുപാട് പെണ്ണുങ്ങൾ കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്രയും പെണ്ണുങ്ങളുടെ ആത്മാവും നിന്നെ കൊല്ലാനായിട്ട് നോക്കിയിരിക്കുക, അവർ നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സിറിനാണെങ്കിൽ ഒരു കുലുക്കോ ഇല്ല. എന്നാൽ നമ്മുടെ ക്യാനാണെങ്കിൽ പേടിച്ചിട്ട് അയ്യോ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു മാസം ഇവനാണെങ്കിൽ എന്നോടൊന്ന് താമസിക്കണമെന്ന് പറയുന്നുണ്ട്. സിറിന് അപ്പോഴേ മനസ്സിലാകുന്നുണ്ട് അമ്മച്ചി ഇവൻ്റെ ലുക്ക് കണ്ടിട്ട് ഈ ഒരു അടവെടുത്തയാണെന്ന്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മച്ചിയാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് പോവല്ലേ എടാ ഹാൻസം പോയി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത് നമ്മുടെ ക്യാനാണെങ്കിൽ വേറെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അയാളാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് സിറിനോട് നീ ഒരു രാജ്യദ്രോഹിയാണ്, നീ കാരണം നിൻ്റെ കൂട്ടുകാരൻ മരിച്ചു, അതുകൊണ്ടാണ് നീ ഇപ്പോൾ അവസ്ഥയിലായെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെയോ പിച്ചിമ്മയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം വേറൊരാളെ കാണാൻ പോകുമ്പോൾ ഇയാൾ പ്രാർത്ഥന എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ എടുത്ത് ഇവരുടെ തലയിൽ അടിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ ക്യാനിന് വേണ്ടി മാത്രം ഇവ സഹിച്ചിരിക്കുന്നുണ്ട്, എല്ലാം വർക്കിംഗ് അല്ല, എല്ലാം ഉടായ്പാണെന്ന് നമ്മുടെ ക്യാനിനും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് വന്നിരിക്കുന്ന ടൈമിന് ക്യാനാണെങ്കിൽ സോറി, ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടത് ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഭയങ്കര പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളാണെന്നാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ സിർ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ അങ്ങനെ എന്ത് മണ്ടത്തരാ കാണിച്ച, ആ ഇൻ്റർനെറ്റിലുള്ള സകല ആൾക്കാരെ ഞാൻ വിശ്വസിച്ചു, എന്തിനാണ് വിശ്വസിക്കാൻ പോയാൽ, ഞാനെങ്ങാനും എൻ്റെ ഈ മാസം തന്ന പൈസ അത്രയും ഈ ഒരു കാര്യത്തിനായിട്ട് ചിലവാക്കി അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അമ്മ കൊന്നു കളയുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം തിരിച്ച് സിർ അങ്ങോട്ടേക്ക് വന്നിട്ട് ക്യാനിന് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ആ സമയം അവൻ വീണ്ടും ശരിക്കും സോറി എന്ന് പറയാം. ആ സമയം സിറാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല, നിന്നോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോൾ ക്യാനാണെങ്കിൽ ഇപ്രാവശ്യം എനിക്കെല്ലാം തെറ്റിപ്പോയി, എന്നാൽ അടുത്ത പ്രാവശ്യം ഒരിക്കലും തെറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ നോക്കുമ്പോൾ സിറിൻ്റെ കയ്യിൽ വാട്ടർ ബോട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീ നിനക്ക് കുടിക്കാൻ വെള്ളം വാങ്ങിച്ചില്ലേന്ന് വെച്ചപ്പോൾ എല്ലാ കടയിലും ഒരു ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്യാനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ബോട്ടിൽ കൊടുത്തിട്ട് നീ ഇതിൽ നിന്ന് കുടിച്ചോളാൻ പറയുന്നുണ്ട്. സിർ അപ്പോൾ നിനക്ക് വേണ്ടിയെന്ന് വെച്ചപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ, ഞാൻ ഓൾറെഡി കുടിച്ചു എന്ന് പറഞ്ഞിട്ട് അവനും കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണുന്ന വിമ്മിനെയാണ്. അവനിപ്പോൾ കോളേജിൽ ഇരിക്കുകയാണ്. അവൻ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു രണ്ട് ഗേൾസ് അങ്ങോട്ടേക്ക് എന്നിട്ട് ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ, ശരിക്കും സിറാണെങ്കിൽ ഇപ്പോൾ വേറെ ജൂനിയർ പയ്യനെ ഡേറ്റ് ചെയ്യുകയാണോ, അതും ഒരു പയ്യനെ, എങ്ങനെ ഇത് സംഭവിക്കുന്നത്, അവനാണെങ്കിൽ ഒരു സിംഗിളായിട്ട് ഇരിക്കേണ്ടല്ലേ, എന്നാലേ എനിക്കൊക്കെ ഇതൊരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ, അവൻ എന്തിനാ ആ പയ്യനെ ഡേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ വിമ്മിനായിട്ട് ഇതിനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വിമ്മ് എനിക്കറിയാൻ പാടില്ല, നിനക്കറിയണമെങ്കിൽ നീ തന്നെ പോയി അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ആ പെൺകൊച്ച് അയ്യോ അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല, അവനാണെങ്കിൽ എപ്പോഴും എന്നെ നോക്കി പേടിപ്പിക്കും, സിറിൻ്റെ ആ നോട്ടം കാണുമ്പോഴേ എനിക്ക് പേടിയാവുമെന്ന് പറയുന്നുണ്ട്. വിമ്മപ്പോൾ അവനെ കാണുമ്പോഴേ പേടിയാവുന്ന നിനക്കാണോ അവൻ്റെ വൈഫാകാനുള്ള ആഗ്രഹം, നിനക്കറിയണമെങ്കിൽ നീ തന്നെ പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വിമ്മ അവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവനും ആലോചിക്കുന്നുണ്ട് ശരിക്കും പിന്നെ സിർ ക്യാനിനെ വല്ലതും ഡേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ആ സമയമാണ് 2 വർഷം മുമ്പ് നടന്നൊരു കാര്യം കാണിക്കുന്നത്. ഒരു ദിവസം ഇവർ ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിന് റോമാണെങ്കിൽ സിറിൻ്റെ അടുത്ത് അല്ല സിർ നീ ഇത്ര അടിപൊളി സുന്ദരനല്ലേ, എന്നിട്ട് നീ ഇപ്പോഴെങ്ങനെ ഇത്ര സിംഗിളായിട്ടിരിക്കുന്നത്, നിനക്ക് അറ്റാച്ച് ഒന്നും ആവണ്ടേന്ന് ചോദിക്കുന്ന ടൈമിന് ഇല്ല എനിക്കതിന് താല്പര്യമില്ല, എൻ്റെ ഫാമിലി എങ്ങനെയാണെന്ന് നിനക്കറിയാമെന്നുള്ളതല്ലേ നീ എന്നെ പറയുന്നുണ്ട്. ആ സമയം റോം എന്നാലും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം വാട്സ് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ റോം പിന്നെ ഇത് തന്നെ പറയുമ്പോൾ സിറാണെങ്കിൽ ഞാൻ മനുഷ്യനല്ല ഞാൻ റോബോട്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഇവ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ വിമ്മാണെങ്കിൽ അവിടെ ഇങ്ങനെ തേരാപേര ചുറ്റി നടക്കുന്നുണ്ട്. ആ സമയമാണ് നമ്മുടെ
ക്യാനിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിന്നിനെ കാണുന്നത്. ജിന്നിനെ കണ്ടോണ്ടേ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ജിന്നപ്പോൾ ആകാശത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ജിന്നിൻ്റെ അടുത്ത് വന്നിട്ട്, ഞാനാണെങ്കിൽ നിൻ്റെ സീനിയറായിട്ടുള്ളൊരു പയ്യനാ, എനിക്കാണെങ്കിൽ ക്യാനിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല, പറ്റുമെങ്കിൽ അവൻ്റെ ഫോൺ നമ്പർ എനിക്ക് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഇന്ന് ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിമ്മിൻ്റെ ശ്രദ്ധ അതിലേക്കാവുന്നുണ്ട്. അങ്ങനെ അവനോ നോക്കിക്കൊണ്ടിരുന്നിട്ട്, ശരിയാ നല്ല രസമുണ്ട് കണ്ടിട്ട്, ഇന്ന് മഴ പെയ്യും തോന്നുന്നു പറഞ്ഞപ്പോൾ ജിന്ന് ഇല്ല നാളെ മഴ പെയ്യും എന്ന് പറയുന്നുണ്ട്. ആ സമയം അല്ല അതെങ്ങനെ നോക്കി പറയാൻ പറ്റുന്ന, ആകാശം നോക്കിയിട്ടാണോ പറയുന്നത് അതോ മേഘത്തിനെ നോക്കിയിട്ടാണോ പറയുന്നതെന്നൊക്കെ വെച്ചിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ ജിന്ന് അതിന് മറുപടി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ ഇടത്തേലും പോയി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിമ്മാണെങ്കിൽ നടന്നു പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ജിന്ന് വീണ്ടും വിളിച്ചിട്ട്, നോയിക്ക് ആ മേഘത്തിനെ കാണാൻ ഒരു സിംഹത്തിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവൻ്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അവർ പിന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിന് ജിന്നാണെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ആ സമയം വിമ്മാണെങ്കിൽ അല്ല നീ അവൻ്റെ ഫോൺ നമ്പർ തന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് അതൊരു ക്യാൻ നടന്നു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വിമ്മിന് ജിന്നാണെങ്കിൽ ക്യാനിനെ കാണിച്ചു കൊടുത്തിട്ട് അവൻ പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം വിമ്മ് ജിന്നിൻ്റെ അടുത്ത്, അല്ല നീ ഇത് എവിടെ പോകുന്നത്, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജിന്നാണെങ്കിൽ നമുക്ക് പിന്നെ കാണാം സിംഹക്കുട്ടി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയം വിമ്മ് സിംഹക്കുട്ടിയെന്നോ, എൻ്റെ പേര് വിമ്മെന്നാ, ഫുൾ നെയിം വിംബിൾട്ടൺ, ആ പേര് നീ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ നേരം കൊണ്ട് ജിന്ന അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം ക്യാൻ അങ്ങോട്ടേക്ക് എന്നിട്ട് അല്ല എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് സിറാണെങ്കിൽ അവൻ റൂമിൽ ഇരിക്കുന്ന ടൈമിന് ക്യാൻ അവന് മെസ്സേജ് അയച്ചിട്ട്, വിമ്മ് എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ നീ അവനോട് സംസാരിക്കേണ്ടെന്ന് പറയുമ്പോൾ, അതെന്താ അവന് നിന്നെക്കുറിച്ച് ടെൻഷനുണ്ട്, അതുകൊണ്ട് നിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട നീ അവനെ മൈൻഡ് ചെയ്യണ്ടോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ വിമ്മ് നിൻ്റെ ഫ്രണ്ടല്ലേ, നിന്നെക്കുറിച്ച് ടെൻഷൻ ഉള്ളതുകൊണ്ടല്ലേ അവൻ ഇത്രയൊക്കെ പറയുന്നതെന്ന് പറയുന്ന സമയത്ത് അതിന് സിറ് മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ അത് കണ്ടിട്ട് ക്യാനാണെങ്കിൽ കുറേ ഇമോജീസ് അയക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിറാണെങ്കിൽ ലാസ്റ്റ് എനിക്ക് ജലസാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. ആ സമയം ഇത് കണ്ടിട്ട് ക്യാനാണെങ്കിൽ ജലസോ, എനിക്ക് ഞാനും വിമ്മും തമ്മിൽ ഒന്നുമില്ലല്ലോ, പിന്നെ ജലസ് അടിക്കാൻ മാത്രം എന്താ ഉള്ളത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് അവനും വിമ്മും തമ്മിൽ സംസാരിച്ച കാര്യം അവൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതിൽ നമ്മുടെ വിമ്മാണെങ്കിൽ ക്യാനിൻ്റെ അടുത്ത്, അത് പിന്നെ എനിക്കിതിൻ്റെ അടുത്ത് സിറിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്, അവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് നിൻ്റെ അടുത്തേക്കാണ് കാണാനൊക്കെ വന്നത്, അപ്പോൾ അവൻ നിൻ്റെ അടുത്ത് വീടായിട്ട് എന്തെങ്കിലും പെരുമാറുകയെല്ലാം ചെയ്തു, ലൈക്ക് നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലോ നിനക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലോ അങ്ങനെ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇല്ല സിറാണെങ്കിൽ മര്യാദയ്ക്ക് എന്നെ പെരുമാറിയ അല്ല എന്തൊരു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അവൻ വല്ല പണി ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് അത് എൻ്റെ തലയിൽ വരാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ സിറാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം വിമ്മ് അതുപോലെ തന്നെ അവൻ്റെ അടുത്ത് ആൾക്കാർക്ക് അവന് വട്ടാണെന്ന് തോന്നുന്ന രീതിയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാനാണെങ്കിൽ എന്താ ഉദ്ദേശിച്ചത്, അവനെന്നോട് പാരലൽ യൂണിവേഴ്സിൽ നിന്ന് എൻ്റെ ബോയ് ഫ്രണ്ടാണ് അവനെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ടോ എനിക്ക് അപ്പോഴേ തോന്നിയത് ഇവ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടുമെന്ന്. അപ്പോൾ അവനെ കാണുമ്പോൾ നിനക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ക്യാനാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം സീരിയസ്ലി അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഡേറ്റിംഗ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പിന്നെയും വിശ്വസിക്കുന്നില്ല. ആ സമയം ക്യാനാണെങ്കിൽ അല്ല അതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്, നിനക്ക് സിറിന് ഇഷ്ടമാണോ നീ ജലസാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്ക് അവർ ഇഷ്ടമാണെന്നോ, അതിനേക്കാളും ഞാൻ ആ റോഡിൽ കൂടെ വരുന്ന ആ വണ്ടിക്ക് തല വയ്ക്കുന്നേ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ക്യാൻ ആ സമയം പിന്നെ അത് ഇത്രയും ടെൻഷനാവുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ സിറിൻ്റെ അച്ഛനാണെങ്കിൽ അവനെ നോക്കിക്കോണേന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കുന്നത്, ഞാനവനും കുഞ്ഞിലോട്ടെ ഫ്രണ്ട്സാണ്, അപ്പം തൊട്ട് അവൻ എന്ത് പരിപാടി ഒപ്പിച്ചാലും എല്ലാ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് വരുന്നത്, അവനിപ്പോൾ കൂടെ മറ്റേ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ ആരെങ്കിലും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗേൾസിനെ നോക്കിയില്ലെങ്കിൽ എല്ലാവരും കൂടെ എൻ്റെ അടുത്താണ് വന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ അവൻ എന്തൊപ്പിച്ചാലും നേരെ എല്ലാവരും എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്, എനിക്ക് ഇനിയും അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കാൻ വയ്യ, അവൻ്റെ അച്ഛന് വാക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ അവനുമായിട്ടുള്ള ബന്ധമേ ഉപേക്ഷിച്ചിട്ട് പോയേനെ, പക്ഷേ ഇപ്പോൾ അവനെ നോക്കേണ്ട അവസ്ഥയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പുറകെ നടന്ന് ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ സിറായിന് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, അവൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അതേ വഴി നമ്മുടെ വിമ്മിനൊരു കാര്യം തോന്നുവാണ്, അതായത് നമ്മുടെ ക്യാനിന് സിറ് പറയുന്ന കാര്യങ്ങളൊക്കെ അവന് വട്ടായിട്ട് അവൻ പറയുന്നതാണെന്നൊന്നും തോന്നുന്നില്ല. അതുപോലെ തന്നെ സിറിൻ്റെ ക്യാരക്ടറൊക്കെ നമ്മുടെ ക്യാനിനാണെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ വിമ്മാണെങ്കിൽ എനിക്കറിയാം നമുക്ക് മുമ്പേ പരിചയമുണ്ടെന്ന്, എന്നാലും നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടില്ല, പക്ഷേ ഞാൻ നിന്നോട് പറയാം ഇനി തൊട്ട് അവൻ്റെ കാര്യങ്ങൾ നീ നോക്കിക്കോ, അവൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പോകാൻ തുടങ്ങുന്നുണ്ട്. വിമ്മിനാണെങ്കിൽ അവൻ്റെ തലയിലുണ്ടായിരുന്ന ആ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ എടുത്ത് ക്യാനിൻ്റെ തലയിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല ആശ്വാസമുണ്ട്. അങ്ങനെ പോകാൻ തുടങ്ങുന്ന നേരത്ത് വീണ്ടും ക്യാനിൻ്റെ അടുത്ത് നാളെ എന്നെ സ്റ്റുഡൻറ്റ് യൂണിയനിൽ വന്ന് ഒന്ന് മീറ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ക്യാനപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എനിക്ക് സിറിന് ഇഷ്ടമാണോ എന്ന് നിനക്ക് ഡൗട്ട് തോന്നിയില്ലേ, അതിനുള്ള പണിഷ്മെൻറ്റ് തരാനോ പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ നടന്നു പോകുന്നുണ്ട്.
അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു കാലം വെച്ചിട്ട് വീണ്ടും ക്യാനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ജലസാവേണ്ട ആവശ്യമൊന്നുമില്ല, വിമ്മൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാനായിട്ട് വന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ബാൽക്കണിയിലേക്ക് നോക്കുമ്പോഴാണ് ഓർക്കുന്നത് തൊട്ട് താഴത്തെ ഫ്ലോറിൽ അവൻ്റെ റൂമിന് നേർക്ക് വരുന്നത് സിറിൻ്റെ റൂമാണെന്ന്. അങ്ങനെ ആ ഒരു പേപ്പർ കപ്പ് ഫോണിൻ്റെ ഒരു ഭാഗം സിറിൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് അവന് മെസ്സേജ് അയച്ചിട്ട് ബാൽക്കണിയിലേക്ക് വാ നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിർ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ആ പേപ്പർ കപ്പ് ഫോണിൻ്റെ ഒരു ഭാഗം കണ്ടിട്ട് അത് എൻ്റെ ചെവിയിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ നോക്ക് 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 എർത്തിന്ന് ഒരു മെസ്സേജ് അയക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇവർക്ക് ബാൽക്കണിയിൽ എത്തി നോക്കി കഴിഞ്ഞാൽ പരസ്പരം കാണാനും പറ്റുന്നുണ്ടായിരുന്നു. സിർ അപ്പോൾ നീ അങ്ങനെ അവിടെ നിൽക്കല്ലേ, അപകടമാണ്, നമുക്ക് ഫോണിൽ സംസാരിച്ചാൽ പോരെന്ന് വെച്ചപ്പോൾ വേണ്ട, അതൊരു രസമില്ല, നിൻ്റെ വോയിസ് എനിക്ക് നേരിട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ആരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം ക്യാൻ നാളെ വിമ്മൻ്റെ അടുത്ത് സ്റ്റുഡൻറ്റ് യൂണിയനിൽ പോയിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ നിനക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അത് ഞാൻ അവനെ അറിയിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ക്യാനാണെങ്കിൽ കണ്ടില്ലേ നീ ഇതുപോലെയൊക്കെ പറയുന്നുണ്ടാണ് എല്ലാവരും നിന്നെ പേടിക്കുന്നത്, നീ ഭയങ്കര ഭീകരമാണെന്ന് വിചാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സിർ പക്ഷേ ഞാൻ അങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ക്യാനാണെങ്കിൽ ഒരിക്കലല്ല, നീ ഭയങ്കര കൈൻഡല്ലേ, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവനോട് പോയി പറയാമെന്നൊക്കെ പറഞ്ഞതിന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ എനിക്കാണെങ്കിൽ നിന്നെ കാണുമ്പോൾ തന്നെ ഒത്തിരി ഹാപ്പിയാണ്, നീയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ആളെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാനാണെങ്കിൽ സീരിയസ്ലി അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവർ പിന്നെ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സിറാണെങ്കിൽ നിനക്ക് ഉറക്കം വന്നതെന്ന് വെച്ചപ്പോൾ ക്യാൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവന് ഉറക്കം വന്നെന്ന് മനസ്സിലാക്കിയിട്ട് സിറാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ ഹഗ് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, എന്നാൽ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഗുഡ് നൈറ്റ് മൈ ബേബി ബോയ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഞാൻ നിൻ്റെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ആ പേപ്പർ കപ്പിലോട് സംസാരിക്കുന്നത് നിർത്തുവാണ്. ഇതേ സമയം സിറിനോട് ഇത്രയും സംസാരിക്കുന്നത് തന്നെ ക്യാനാണെങ്കിൽ അവനോടുള്ള ഫീലിങ്സ് വീണ്ടും കൂടി വരുന്നുണ്ട്. ക്യാനാണെങ്കിൽ എനിക്കിത് എന്താ സംഭവിക്കുന്നതെന്ന് സ്വയം ഇങ്ങനെ ചോദിക്കുന്നുമുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം കോളേജിൽ വിമ്മു അറിഞ്ഞിരുന്ന പോലെ ക്യാനാണെങ്കിൽ യൂണിയനിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് ഇനി ഇരിക്കുന്ന ടൈമിന് ഇന്നലെ വിമ്മിനോട് സംസാരിച്ച 2 ഗേൾസ് വന്ന് ഇപ്പോൾ ക്യാനിൻ്റെ അടുത്ത് സാധാരണ സിറാണെങ്കിൽ ആരെയും തിരിഞ്ഞു നോക്കാറില്ല, പിന്നെ നീ എങ്ങനെ അവനെ സെറ്റാക്കിയ, നിങ്ങൾ ശരിക്കും ഡേറ്റിംഗ് ആണല്ലേ, നിങ്ങൾ കൈ പിടിച്ച് പോകണം ഞങ്ങൾ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനായിട്ട് വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് പുറലത്തെ ടേബിളിൽ ഇതും കണ്ടുകൊണ്ട് വിമ്മു ഇരിപ്പുണ്ട്, സിറും ഇരിപ്പുണ്ട്. സിറ് ദേഷ്യം വന്ന് എഴുന്നേക്കാൻ നിൽക്കുമ്പോൾ വിമ്മാണെങ്കിൽ അവനെ തടങ്ങിയിട്ട് വിമ്മ എഴുന്നേറ്റ് നിന്നിട്ട് ആ പെൺപിള്ളേരുടെ അടുത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സിറിനോട് പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സിറിനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരാണെങ്കിൽ ഇവനെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് ആ പെൺപിള്ളേർക്ക് പേടിയായിട്ട് അവരാണെങ്കിൽ ഒരു സ്നാക്സ് എടുത്തിട്ട് നമ്മുടെ ക്യാനിൻ്റെ കൈ കൊടുത്തിട്ട് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം വിമ്മാണെങ്കിൽ പേടിക്കണ്ട അവരൊക്കെ അങ്ങനെ തന്നെയെന്ന് പറയുന്നുണ്ട്. ആ സമയം സിറും ഇവരുടെ വന്നിരിക്കുകയാണ്. ആ സമയം വിമ്മിൻ്റെ അടുത്ത് ക്യാന് എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ ഈ പേപ്പറൊക്കെ ഒരുമിച്ച് സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റാപ്ലർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ക്യാനിൻ്റെ ആ പേപ്പർ വാങ്ങിച്ചിട്ട് സിറ് താൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ പെൺകുട്ടികൾ കൊടുത്തിട്ട് പോയ സ്നാക്സ് നമ്മുടെ ക്യാൻ എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിൽ നിന്നൊരു കഷ്ടം സിറിന് അവൻ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് വിമ്മാണെങ്കിൽ അത് കണ്ടിട്ട് സിർ അത് കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവൻ കൊടുത്തോന്നെ സിർ അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് വിമ്മാണെങ്കിൽ ഷോക്ക്ഡായിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ, എനിക്ക് ഇങ്ങോട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സിറിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ മറ്റൊരിടത്തേക്ക് മാറി ഇന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് 2 പെൺകുട്ടികൾ വന്നിട്ട് അവൻ്റെ ഒരു കോഫി കൊടുക്കുന്നുണ്ട്. അവനത് വാങ്ങിക്കുന്നുമുണ്ട്. എന്നാൽ പെൺപിള്ളേർ പോയി കഴിഞ്ഞുടനെ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അകത്തേക്ക് അവനത് ഇട്ട് കളയുവാണ്. ആ സമയം വിമ്മാണെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ സംസാരിക്കാൻ വന്നത്, ആരെന്ത് തന്നാലും നീയാണെങ്കിൽ വാങ്ങാറില്ല, ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ എടുത്ത് കളയാറാണ് പതിവ്. ഒരിക്കൽ നീ കഴിച്ചുകൊണ്ടിരുന്ന ബ്രെഡിൽ നിന്ന് ഒരു കഷ്ണം ഞാൻ എടുത്തപ്പോൾ അതുപോലും നീ ബാക്കി കഴിക്കാതെ കൊണ്ട് കളഞ്ഞതാ. ഇപ്പോൾ പക്ഷേ ക്യാൻ നിനക്കൊരു സാധനം തന്നപ്പോൾ നീ അത് കഴിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാൻ എനിക്ക് അങ്ങനെ അന്യനായിട്ടുള്ള ഒരാളല്ലാന്ന് ഇവൻ പറയുന്നുണ്ട്. അതേപോലത്തെയും അപ്പോൾ പിന്നെ ഞാൻ എന്നെ അന്യനാണോ? കുഞ്ഞിലോട്ടെ ഞാൻ നിൻ്റെ കൂടെ ഉള്ളതല്ലേ, നിനക്ക് ക്യാനിനോട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നേ തോന്നിപ്പോകത്തുള്ളൂ, ശരിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സിറിനോട് വീണ്ടും പക്ഷെ നിനക്കെങ്ങനെ ക്യാനോട് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നത്, നീയും അവനും തമ്മിൽ ആകെ ഒരിക്കലേ സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ ആ ഒരിക്കൽ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സിറാണെങ്കിൽ ചെറുതായിട്ട് അവൻ്റെ വോയിസ് ഒന്ന് റേസ് ചെയ്തിട്ട് വിമ്മെന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിമ്മാണെങ്കിൽ ശരി ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, എന്തെങ്കിലും പോയി ചെയ്യും, ഇപ്പം നീ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റായിട്ടുണ്ട്. ആ സമയം നമ്മുടെ ക്യാനാണെങ്കിൽ യൂണിയനിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് സിർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവൻ വന്നിട്ട് നമ്മുടെ ക്യാനിനെ ശല്യം ചെയ്യുന്നില്ല, എന്നാൽ അവന് ക്യാനിനെ കിസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അടുത്തോട്ട് കിസ് ചെയ്യാൻ വരുന്നുണ്ട്. എന്നാൽ അവൻ ഉണരുമെന്ന് എഴുതിയിട്ട് ഇവനാണെങ്കിൽ കിസ് ചെയ്യാതെ പോകാൻ നിൽക്കുമ്പോൾ ക്യാൻ എഴുന്നേച്ചിട്ട് നീ എന്താ എന്നെ കിസ് ചെയ്യാത്തെ, കിസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സിറാണെങ്കിൽ ക്യാനിനെ കിസ് ചെയ്യാണ്. പിന്നീട് അവർ പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ
ക്യാനാണെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര ഒരു തെറ്റായി പോയില്ലേ, ഓൾറെഡി ബോയ് ഫ്രണ്ടുള്ള നിൻ്റെ അടുത്ത് എന്നെ കിസ് ചെയ്യാനായിട്ട് പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത് എന്ത് തെറ്റാന്ന് പറയുന്നുണ്ട്. ആ സമയം സിറാണെങ്കിൽ പക്ഷേ നീയാണല്ലോ എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയം അതെ ഞാൻ തന്നെയാണ്, പക്ഷേ ആ ഞാനല്ലല്ലോ, അത് വേറെ ക്യാനല്ലേ എന്നെ പോലെ ഇരിക്കുന്നത്, പക്ഷേ ഞങ്ങൾ കണ്ടൊരു സെയിം അല്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റായി പോയില്ലേ എന്ന് പറയാണ് സിർ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ പക്ഷേ നിനക്കും നിൻ്റെ ക്യാൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ അല്ലേ എന്ന് പറയാണ്. അതിനുശേഷം പിന്നെ സിറും ക്യാനും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമാജിനേഷൻ പോലത്തെ ഒരു സംഭവം അത് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ഓൾറെഡി കണ്ടതാണ്. അതേ സെയിം സീൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ സമയം നോക്കുമ്പോൾ അവിടെയുള്ള മിററിൻ്റെ അകത്ത് ഒരു സിറ് നിൽക്കുന്നുണ്ട്. ആ സിറ് ഇതെല്ലാം കണ്ടിട്ട് ആ മിററിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. അങ്ങനെ ഫോഴ്സ് ഉപയോഗിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവൻ ആ സീനിൽ നിന്ന് മറ്റൊരു സീനിലാണ് എത്തുന്നത്. അതായത് ഒരു റൂമിൻ്റെ ഫ്രണ്ടിലാണ് വെട്ടിയിരിക്കുന്നത്, അത് അവൻ്റെ റൂമാണ്. ആ റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ വീണ്ടും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സിറും ക്യാനും തമ്മിൽ ഒരുമിച്ചുള്ളൊരു ഇൻട്രാക്ഷൻ ആ സംഭവം കാണുവാണ്. അവരുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ ആ സീൻ അവിടെ നിന്ന് മാങ്ങി പോയിട്ട് മറ്റൊരു സീൻ കാണുവാണ്. അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതും മാങ്ങി പോകുന്നുണ്ട്. അങ്ങനെ മുട്ടൂതി താഴേക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്നെന്തോ അവൻ ഫുള്ള് വൈറ്റ് കളറായിട്ടുള്ള ഒരു റൂമിലേക്ക് എത്തിപ്പെടുവാണ്. അവിടെ വെച്ചിട്ട് അവനും ക്യാനും തമ്മിലുള്ള എല്ലാ സംസാരവും അവന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് പല പല ഇൻസിഡൻറ്റിൽ നടന്ന സംസാരം എല്ലാം മിക്സായി കേൾക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അവ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. എന്നിട്ട് വിഷമിച്ചുകൊണ്ട് ഞാൻ നിന്നോട് എങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം കോളേജിൽ അഷീരെടുത്ത് ടീ വന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അവളാണെങ്കിൽ നീ എന്തിനാ നളിനെ ഉപയോഗിച്ച് നിൻ്റെ എക്സിനെ ഒഴിവാക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ അവളെ മര്യാദയ്ക്ക് പറഞ്ഞുവിടാൻ ശ്രമിച്ചിട്ട് അവൾ പോകുന്നില്ല, അതുകൊണ്ട് ഞാനും നളിനും റിലേഷനിലാവുന്നുള്ള രീതിയിൽ അവളെ പറഞ്ഞുവിടാൻ നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടീ ആണെങ്കിൽ ആ ദേഷ്യത്തിന് അവളാണെങ്കിൽ നളിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ കള്ളം പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നളിനാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടീ ആണെങ്കിൽ അഷീരെടുത്ത് അവൾക്കൊല്ലം പറ്റിക്കഴിഞ്ഞാൽ നിന്നെ വെറുതെ കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നളിൻ എനിക്ക് ടെൻഷനൊന്നുമില്ല, എന്നെ നോക്കാം നീ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അഷീരെടുത്ത് തന്നെ അവരിയ്ക്കുകയാണ്. അതേസമയം തൊട്ടപ്പുറത്തെ ടേബിളിൽ നമ്മുടെ ക്യാൻ ഇരിപ്പുണ്ട്. ആ സമയം നേരെ അവരെ കോൺസെൻട്രേഷൻ ക്യാനിലോട്ടായിട്ട് അല്ല ക്യാൻ നിൻ്റെയും സിറിൻ്റെ കാര്യം എന്തായി, രണ്ടുപേരും ഒരുമിച്ച് കൈ പിടിച്ച് കിടക്കുന്നു, കോളേജിൽ നിന്ന് ഒരുമിച്ച് തിരിച്ചു പോകുന്നു, കോളേജിൽ ഒരുമിച്ച് വരുന്നു, എന്താ സംഭവം എന്ന് നോക്കുമ്പോൾ ക്യാൻ അതിന് മറുപടി പറയുന്നില്ല. ആ സമയം അവർ പറയാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ക്യാനാണെങ്കിൽ അയ്യോ ഞാൻ എൻ്റെ കുട എടുത്തില്ല എന്ന് പറയുമ്പോൾ ആ സമയം കറക്റ്റ് അവൻ്റെ ഒരാൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ആ സമയം ഇത് കണ്ട് നളിനാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ കുടയിൽ നിന്ന് വാങ്ങിയിട്ട് ആവശ്യം വരത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം തന്നെ ഞാൻ പോയെന്നുള്ള കാര്യം ജിന്നിനെ ഒന്ന് അറിയിച്ചേക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതേ സമയം സിറിനെ കാണിക്കുമ്പോൾ സിറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ആ സമയം മഴ പെയ്യാൻ തുടങ്ങി. സിറ് വേറെ ചിന്തയിലായതുകൊണ്ട് തന്നെ കയ്യിൽ കുട ഇരുന്നിട്ട് പോലും അത് ഓപ്പൺ ആക്കാതെ മഴയത്ത് നനങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്നാണ് മറ്റു കുട്ടികളെല്ലാം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് ക്യാൻ അങ്ങോട്ടേക്ക് എന്നത്. സിറ് കുട നോക്കാതെ മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് ക്യാൻ അങ്ങോട്ടേക്ക് ഓടി നിന്ന് പെട്ടെന്ന് കുട പിടിച്ച് നൂത്തിട്ട് നീ എന്തിനാ കുട ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ മഴയത്ത് നനഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയം സിർ എന്തോ പറയാൻ വന്നപ്പോൾ ക്യാൻ പെട്ടെന്ന് എനിക്ക് എൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ രണ്ടുപേരും കിസ് ചെയ്ത കാര്യമുണ്ടല്ലോ അത് അത്ര തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനും നിൻ്റെ ക്യാനിനെ പോലെ തന്നെയാണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നിൻ്റെ ക്യാനാണെങ്കിൽ നീ ഹാപ്പി ആയിട്ടിരിക്കണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ തിരിച്ച് നിൻ്റെ ലോകത്ത് പോകുന്നവരെ ഞാൻ നിൻ്റെ ക്യാനായിട്ട് നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, നിൻ്റെ ക്യാനിനും അതായിരിക്കും സന്തോഷം തരുന്ന കാര്യമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിർ അവനെ ഹഗ് ചെയ്തിട്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. സിർ അപ്പോൾ അവൻ്റെ മനസ്സിൽ എനിക്കാണെങ്കിൽ നിന്നെ വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ക്യാനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ നീ ശരിക്കും തിരിച്ചു പോവേണ്ടതാണ്, പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് നിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇരിക്കാൻ തോന്നുന്നു, എനിക്ക് മഴ അവസാനിക്കണമെന്ന് തോന്നുന്നില്ല എന്ന് അവൻ്റെ മനസ്സിലാവും പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ലേഡീനെ കാണിക്കുമ്പോൾ അവരിപ്പോൾ ഒരു പേപ്പറിൽ എന്തോ എഴുതി കൊടുത്തിട്ട് മറ്റൊരാളെ ഏൽപ്പിച്ച ശേഷം അവൻ്റെ കാര്യം എന്തായി, അവൻ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ അവനെ നിരീക്ഷിക്കാനായിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിച്ചു. അപ്പോൾ അവൻ അറിയാൻ കഴിഞ്ഞത് അവനിപ്പോൾ ഒരു പയ്യൻ്റെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. ആ പയ്യനെ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആ ലേഡിയാണെങ്കിൽ എൻ്റേതായ സാധനത്തിൽ മറ്റാരും ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല, അവനെ എപ്പോഴും ശ്രദ്ധിക്കണം, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ സമയം അവർ നോക്കിക്കൊണ്ടിരുന്ന ഫോട്ടോ കാണിക്കുന്നുണ്ട്. നമ്മുടെ സിറും ക്യാനും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് ആയിരുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നത് ബൈ.